കാസർഗോഡ് മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് ഉൾപ്പെടെ 5 പേർ പോലീസ് പിടിയിൽ. കുമ്പള ആരിക്കാടി കോട്ടയിൽ വെള്ളമില്ലാത്ത കിണർ കുഴിക്കാനെത്തിയപ്പോഴാണ് ഇവർ പിടിയിലായത്. ശബ്ദം കേട്ട നാട്ടുകാർ എത്തിയതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കിണറ്റിൽ നിധി കുഴിച്ചെടുക്കാൻ എത്തിയതാണെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സരീഷ് പി കെ ചേർന്നു. സരീഷ്, എന്താണ് സംഭവം? ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഈ ശബ്ദം കേട്ട്, അതായത് ആളൊഴിഞ്ഞ സ്ഥലമാണ്, പുരാവസ്തു വകുപ്പിന്റെ അധീനതയുള്ള കുമ്പള ആരിക്കോട് കോട്ട. ആ കോട്ടയിൽ നിന്നും കുഴിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാരാണ് ആദ്യം പരിശോധന നടത്തിയത്. അപ്പോഴാണ് 2 പേർ ഈ കോട്ടയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത് കണ്ടത്. പിന്നീട് തൊട്ടടുത്തെത്തിയപ്പോഴാണ് വെള്ളമൊഴിഞ്ഞ കിണറിൽ 2 പേർ കുഴിക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ നിധി അന്വേഷിച്ചാണ് എത്തിയത് എന്ന് മനസ്സിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മറ്റ് 3 പേരെ കുറിച്ച് കൂടി വിവരം ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ളവർ ഈ നിധി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായാണ് ഈ കോട്ടയ്ക്കുള്ളിൽ ഈ വെള്ളമില്ലാത്ത കിണറ്റിൽ കുഴിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി നേതൃത്വം നൽകിയത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് സമാനമായ രീതിയിൽ നിധി കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെയും പല ശിലാഫലകങ്ങൾ ഉൾപ്പെടെ നേരത്തെ കിട്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിധി ഈ കോട്ടയിലും ഉണ്ടാകാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവരെ കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ വെള്ളമില്ലാത്ത കിണറ്റിൽ കുഴിച്ച് നോക്കുന്നതിന്റെ ശബ്ദം കേട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആളുകൾ എത്തിയതോടെ ഇവർ പരിഭ്രാന്തരാവുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. എന്തായാലും കൂടുതൽ ആരൊക്കെയാണ് ഈ അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലുള്ളത്, ഒപ്പം തന്നെ ഇവർ ഇതിനു മുമ്പ് മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സമാനമായി കുഴിച്ചു നോക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അവർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ നിധി ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ എത്തി കുഴിപ്പിച്ചത് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യം. ശരി സരീഷ്.